അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ കോഴിക്കോടൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നു. ഇന്ന് ഇന്നുമോൾക്ക് തിരിച്ചു പോകേണ്ട ദിവസമാണ്. ഇന്നുമോള് അപ്പോൾ ഇന്ന് ഇവിടെ കുറേ ഒരുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീടൊക്കെ ആകെ പരന്ന് കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വീട് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് കോഴിക്കോടേക്ക് പോയി വന്നതല്ല. അപ്പോൾ ഇന്ന് രാവിലെ നീട്ടിട്ട് ഇന്നുമോളുടെ കുറേ അലക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ വിചാരിച്ചത് ഓക്കെ ഇന്ന് നമ്മൾ ഇന്നുമോൾ പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. കാരണം കുറേ വിശേഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് എല്ലാവർക്കും കൂടി നമ്മൾ ഇന്നത്തെ വിശേഷം കൊണ്ട് കാണാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇന്നുമോളെ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നുമോള്. ഇതിന് കേട്ടോ മറ്റേ കരക്കടിഞ്ഞ എന്താ ഒരു കോമഡിയിൽ പറയുമല്ലോ, കരക്കടിഞ്ഞ ഉണക്കസ്രാവ് പോലെയോ സംതിങ് എന്തോ അങ്ങനെ കിടക്കുന്നുണ്ട് ആൾക്കിപ്പം. ഈ മറ്റേ തിരിച്ചു പോകാൻ നേരത്തെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു സാധനം ഉണ്ടാവുമായിരുന്നില്ലേ. ആ സാധനം പുളകം പൊട്ടിയിട്ട് കിടക്കത്ര ആള്. പോവാനും പോവാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലിരിക്കുക. എന്തായാലും 4 പേർ ഓടി നടന്നിട്ട് ഓൾക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ ടേബിളുമൊക്കെ വെക്കല് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഓൾക്ക് 4:45 നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോവാൻ ഇനി ആകെ ഒരു ടെൻഷനിൽ കിടക്കാണ് ആള്. നമ്മൾ നീറ്റൂട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ സായിക്കുട്ടി ഇന്ന് സ്വിമ്മിങ് കോമ്പറ്റീഷൻ ഉണ്ട് അവനക്ക്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയിക്കാണ്. ഇനി അവന് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ വരിക എന്നുള്ളതൊക്കെ അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു വിശേഷമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു മാക്സിത ഇത് നമ്മളെ ഷിഖായത്തെയാണ് കേട്ടോ. നമ്മൾ വീണ്ടും നമ്മളെ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളത് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാക്സി ഉണ്ടല്ലോ, ഞാനിത് 100% ആയിട്ട് നിങ്ങളടുത്ത് പറയാം. ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കേട്ടോ. കാരണം അടിപൊളിയായിട്ടുണ്ട് ഈ മാക്സി. ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അതിൽ ഒരെണ്ണം ഞാൻ ഇങ്ങോട്ട് സ്വന്തമായിട്ട് എടുത്തു. എന്നിട്ട് ഞാനിതിപ്പോൾ വാഷ് ചെയ്തിട്ടാണ് ഞാനിതിപ്പോൾ ഇട്ടിരിക്കുന്നത്. വാഷ് ചെയ്തപ്പോഴും ക്ലോത്തിനൊരു ചുരുങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ തൊടുമ്പോഴും നല്ല സോഫ്റ്റായ ഭയങ്കര നല്ല സുഖമുള്ളൊരു ക്ലോത്താണ്. പിന്നെ നല്ലൊരു ബ്ലാക്ക് കളർ പ്രിൻറ്റും. പണ്ട് ഈ ദുബായിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ അറബി പെണ്ണുങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ മോളെ പറയാ, കന്തൂറ. ആ കന്തൂറിൻ്റെ പോലത്തെ അതേപോലത്തെ ക്ലോത്തുമാണ് ഇത്. അതേപോലത്തെ ഒരു പ്രിൻ്റ് കിട്ടോ. ശരിക്കും ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇത് ഒരെണ്ണം വാങ്ങിച്ച് നോക്കി. എന്തായാലും നിങ്ങൾക്കിത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിത് അയ്യോ വേണ്ടിയതില്ല എന്നുള്ളത് ഉറപ്പായിട്ടും പറയില്ല. അത് 56 സൈസാണ് കേട്ടോ. എൻ്റെ ഈ ഹൈറ്റുള്ള ആൾക്കാർക്കും ഇച്ചിരി തടിയുള്ള ആൾക്കാർക്കൊക്കെ പറ്റും. കാരണം ഇത് നല്ല ലൂസായിട്ടായിരിക്കുന്നത് കണ്ടോ. എനിക്കിത് ഭയങ്കര ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് 56 സൈസാണ് കേട്ടോ. നമ്മളത് ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ. ഇതിൻ്റെ വീഡിയോ പുറത്തേക്ക് വന്നിട്ടില്ല. വീഡിയോ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനത് ഇതൊരെണ്ണം അടിച്ചു മാറ്റിയിട്ട് ഇട്ടു. അത്രയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർ പറഞ്ഞു ഓക്കെ ഇത് വർക്കാവും, ഇത് അടിപൊളി മാക്സിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു നോക്കും. അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞ നേരം നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ബ്രോസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ബ്രോസ്റ്റ് കുറച്ചല്ല അത്യാവശ്യം കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എയർ ഫ്രയറിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കഴിക്കാം കേട്ടോ. അതാണ് നമ്മൾ ആദ്യത്തെ ജോലി. അപ്പോൾ നമ്മൾ എയർ ഫ്രയറൊക്കെ സെറ്റാക്കട്ടെ. ഇത് നമ്മുടെ അഗാരോൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്നില്ല. വേഗം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നുമോളുടെ അവിടെ ജോലി ചെയ്യണ ആരോ പറഞ്ഞു അത്രേ, മറ്റേ ഫ്രണ്ട് പറഞ്ഞു അത്രേ വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, പോയി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോന്ന്. അപ്പോൾ ഓൾ പറഞ്ഞു അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റാക്കിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം സെറ്റാക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ സായക്കുട്ടി സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ. കോമ്പറ്റീഷൻ അവനക്കൊന്ന് 2nd പ്രൈസോ സംതിങ് എന്തോണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആള് സ്വിമ്മിങ് കഴിഞ്ഞ് വന്ന കാരണം കൊണ്ട് തന്നെ മേത്ത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളിങ്ങനെ അവിടെ നിന്ന് കുളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ല വണ്ണം എണ്ണ തേപ്പിച്ച് വിട്ടിട്ടുണ്ട്. ആളെ ഇടയ്ക്കൊന്നും ഇങ്ങനെ എണ്ണയിലൊന്നും ഇട്ട് കുളിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾ വൃത്തിക്ക് കുളിക്കില്ല. അപ്പം നമ്മൾ നല്ല തലയിലും മേത്തൊക്കെ എണ്ണ ചേച്ചി സായക്കുട്ടിനെ പറഞ്ഞു വെച്ചു. ഇത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് സെറ്റാക്കുന്നതാണ് കേട്ടോ. ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ അരി കുതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ മുഴുവൻ വാർത്തെടുത്ത്
മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ശർക്കരപ്പാനി, തിളച്ച ശർക്കരപ്പാനി ഒഴിച്ച് അതിലേക്ക് റവ കാച്ചി ഒഴിച്ചതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. ഇനി ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാറുണ്ട്, ഇച്ചിരി എള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ബേക്കിംഗ് സോഡയും ഇടാറുണ്ട്. അത് എന്നിട്ട് ആ മാവ് ഞാനവിടെ സെറ്റാക്കി വന്നിട്ടേ ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ ചൂടാക്കിയിട്ട് അത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോസ്റ്റൊക്കെ വേഗം കഴിച്ച് നിർത്തുന്നത്. സായിക്കുട്ടി വേഗം കഴിക്കടാ, എൻ്റെ കയ്യിലേ. ഏതാ പതി ഈ തുറക്ക് ഫസ്റ്റ്. ഈ ഒരു സാധനം അടിപൊളിയാണ്. കണ്ടില്ലേ, ജ്യൂസില്ലാതെ കിട്ടണം. ഓഹോ, ഗൈസ്, നെറ്റിമ കുറി വീണെന്ന് പറയണ്ടാവും, പക്ഷെ അത് കാര്യമാക്കാണ്ട് നമ്മൾ ബ്യൂട്ടി ട്രേഡ് സീക്രട്ട് ചെയ്തതാണ്. അപ്പോൾ പുതിയ പുതിയ കലോക്സ് എടുത്തുകൊണ്ടതിന് കൂടെ നമ്മൾ പഴയ കുപ്പി, സത്യം പറഞ്ഞാൽ ഈ കുപ്പി ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് കൊണ്ടുപോയതാണ്. ഇതിലെന്താ അറിയോ, ലിക്വിഡ് ഡിറ്റർജൻറ്റ്. ഇത് അന്ന് കൊണ്ടുപോയിട്ട് ഇന്നാണ് ഞാൻ റീഫിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അത്രയും കാലം ഞാൻ പിശുക്കി പിശുക്കി ഉപയോഗിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ റീഫിൽ ചെയ്യാം കേട്ടോ. എന്നെ കൊണ്ട് ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. ഫുള്ളാക്കാം. അങ്ങനെ നമ്മുടെ ഇനിമ്പോൾ പോകേണ്ടതിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലാണ്. കുറേ സാധനങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട്, അതൊന്നും നോക്കണ്ട ഗൈസ്. ഇന്നിപ്പോൾ എല്ലാം ശരിയാക്കല്ലേ. ഉമ്മേ, അതിൻ്റെ പുരികം ഞാനിവിടെ പുരികം തരേണ്ടത്, അതുപോലെ പുരികം നെറ്റി ചോന്നിരിക്കുന്നത് ബാക്ക് സൈഡ് എടുത്തതാ. അത് നബിലാമാർന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത്. നബിലാമ്മ തന്നതൊന്നല്ല, നബിലാമാർന്നാണ് എടുത്തത്. അതെ, ആ കണ്ട് വീഡിയോയിൽ കണ്ടിരുന്നു. ഇനി മോളെ വന്ന ദിവസം മുതൽ പറയുന്നതാണ് അവൾക്ക് കഞ്ഞി കുടിക്കണം എന്നുള്ളത് കേട്ടോ. പക്ഷെ നമ്മൾ അവൾ വന്നതിൻ്റെ പിറ്റേ ദിവസം കോഴിക്കോടേക്ക് പോയി, പിന്നെ അവിടെ ഇറങ്ങി, പിന്നെ തിരിച്ചെത്തി. പിന്നെ അന്നും രാത്രി ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോവാനുള്ള ഒരുക്കത്തിലായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അവൾക്ക് ഇപ്പോഴാണ് എനിക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. ആൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവൾക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ഉണ്ണിയപ്പൊക്കെ പാക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അവൾക്ക് കൊണ്ടുപോകാൻ ഈത്തപ്പഴം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മാങ്ങ ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അവൾക്ക് കൊടുക്കാൻ. മാങ്ങ കഴിച്ചോ? പിന്നെ പുതിയ പഞ്ച ചെരുപ്പ് മാറിക്ക് ചെങ്ങായി അങ്ങോട്ട് ഇതിനെ കൊണ്ട് വലിയ മലക്കാട്ടോ. ഓ, നല്ല ഭംഗിയുടെ കാണാൻ. നല്ല കാലം ഉണ്ടാവും. ഒരു വീട് മുഴുവൻ ചുമന്ന് കൊണ്ടുപോകുക, ആ വെയിറ്റ് ഉണ്ടാകും. എനിക്കൊരു ഈത്തപ്പഴം മതി. രണ്ടെണ്ണം കൊണ്ടുപോയിക്കോ. അതെനിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചതാ. അടുത്തോട്ടം വരുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല. അല്ല, എനിക്ക് ഏതുവരെ ഈത്തപ്പഴവും പാലും ജ്യൂസടിച്ച് കുടിക്കുന്ന പണി. അയ്യേ, ആയിക്കോട്ടെ. ആ, അഞ്ച് സന്തോഷമായോ? അയ്യാ, അതിൻ്റെ മുഖത്ത് പൊട്ടി കത്തി. സന്തോഷമായില്ലേ സായി കുട്ടിയെ? ഉണ്ണിയപ്പൊക്കെ പോയിക്കോളി. അങ്ങനെ നമ്മൾ ഇരുന്നുമോളുടെ ഇപ്രാവശ്യത്തെ അവധിയും കഴിഞ്ഞിട്ട് ആൾ പോയിട്ടോ. പക്ഷെ ഇപ്രാവശ്യത്തെ അവധി നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.